സന്തോഷ് വർക്കി ആറാട്ടം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫാദർ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് ഞാൻ ഉണ്ടായ ദിവസം. ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാം 1/2 മണിക്കൂർ ചെയ്യാൻ ആണോ മാക്സിൽ പ്രോഡക്റ്റ് ചെയ്യാൻ പലരും തനി നിറം പിന്നെ മനസ്സിലായത്. പണം ഉണ്ടാക്കാൻ തുടങ്ങിയോടെ അവർ മാറിപ്പോയി. പയ്യൻ എന്നെ അബ്യൂസ് ചെയ്തു. അതിനുശേഷമാണ് കുറച്ച് ഇൻട്രോവേർട്ടായി മാറിയത്. പ്രിയ സാർ പറയും, നീ എന്തിനാ ആറാട്ടം വന്നു, എൻ്റെ പേര് സന്തോഷ് വർക്കില്ലെന്ന് പറയും. അഭിനയിൽ പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ, മഞ്ജു വാര്യർ അവരായിട്ടും നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു പടം ഡയറ്റിനും ഉണ്ട്, ആ റോള് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ നടക്കുമെന്ന് അറിയില്ല. എന്നാ എന്നോട് പറ എന്ന ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഷോയിലെ ഒരു റിവ്യൂവർ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളാണ് സന്തോഷ് വർക്കി. അപ്പോൾ സന്തോഷ് വർക്കിയോട് കുറച്ച് കാര്യങ്ങൾ വളരെ പേഴ്സണലായും ഒഫീഷ്യലായും കുറച്ച് കാര്യം നമ്മൾ സംസാരിക്കാനുണ്ടല്ലേ. എന്നോടൊന്ന് മനസ്സ് തുറക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് മനസ്സ് തുറക്കുമല്ലേ, നമുക്ക് നോക്കാം. ആറാട്ടണ്ണനാണോ സന്തോഷ് വർക്കിയാണോ? സന്തോഷ് വർക്കി. സന്തോഷ് വർക്കിയാണ്. അത് പറയുമ്പോഴാണോ കൂടുതൽ സന്തോഷം? എൻ്റെ ഫാദറിൻ്റെ പേര് വർക്കി എന്ന പേര് അതിലൂടെ ഉണ്ട്. ഈ സന്തോഷ് വർക്കിയിൽ നിന്നും ആറാട്ടണ്ണനിലേക്കൊരു യാത്ര ആളുകൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും ആഘോഷിക്കുന്നതും ആറാട്ടണ്ണൻ എന്നുള്ളതാണ്. അപ്പം ഈ സന്തോഷ് വർക്കി എന്ന പേര് മാഞ്ഞു പോയാൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. സന്തോഷ് വർക്കി ആറാട്ടം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എവിടെയാണ് ജനിച്ചത്, വളർന്നത്? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. 1986 ജൂലൈ 4. ജൂലൈ 17 ലാലേട്ടൻ രാജാവിൻ്റെ മകളുടെ സൂപ്പർ സ്റ്റാർ ആയത്. ജൂലൈ 28 ദുൽഖർ സൽമാൻ ജനിച്ചത്. സ്കൂളിംഗ് ഫാദർ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് ഞാൻ ഉണ്ടായ ദിവസം. പാലക്കാടാണ് ജനിച്ചത്. ഈ പാലക്കാടൻ എങ്ങനെയാണ് ഈ കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ടത്? അതിൻ്റെ ഫാദർ ട്രാൻസ്ഫർ വന്നപ്പോൾ വന്നതാണ്. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ കാർബോണ്ടിലെ പ്ലാൻ മാനേജറായിരുന്നു, എഞ്ചിനീയർ ബേസിക്കലി. മരിച്ചുപോയി 2 വർഷം മരിച്ചുപോയി. പുള്ളിയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഈ 10ാം ക്ലാസ് വരെയുള്ള ഈ പഠനകാലം ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു സ്റ്റുഡിയസ് ആയിരുന്നു. 10ാം ക്ലാസ് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 91% ഉണ്ടായിരുന്നു. ഓക്കെ. 10ാം ക്ലാസ്സിൽ മാത്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 100. അത് ശരി. ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാം 1/2 മണിക്കൂർ ചെയ്യാൻ. ആണോ? മാക്സിൽ പ്രോഡക്റ്റ് ചെയ്യാൻ. ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള വികൃതികളോ അല്ലെങ്കിൽ ഈ ക്ലാസ് പ്രണയങ്ങളുണ്ടായിരുന്നു. ഒരു 8ാം ക്ലാസ്സിൽ വെച്ചുള്ള പെൺകുട്ടി ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നേരിട്ട് പറയാൻ പേടിയായിരുന്നു. അന്ന് മെയിൻലി ക്രിക്കറ്റ് പഠിത്തം അങ്ങനെയായിരുന്നു. ഇതിനിടയിലൂടെ പ്രേമിക്കാൻ സമയം പ്രേമിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് 8ാം ക്ലാസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയോ തോന്നിയാണ് ഞാൻ പേര്. പക്ഷേ എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഇപ്പം? വീട്ടിൽ എൻ്റെ ഫാദർ മരിച്ചുപോയി 2 ദിവസം മുമ്പ്. ഞാൻ വൈറലായ സമയത്ത്, ഞാൻ ഫെബ്രുവരി 18 വൈറലായത്. മാർച്ച് 30 എൻ്റെ ഫാദർ മരിച്ചുപോയി. ആ സമയത്തൊന്നും ഫെയിം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാദർ ഒരു ഭയങ്കര ഗ്രേറ്റ് പേഴ്സണായിരുന്നു. പറഞ്ഞാൽ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. പിന്നെ എൻ്റെ പുള്ളി എഞ്ചിനീയറാണ്, കാർബോണ്ടിലെ പ്ലാൻ മാനേജർ റിട്ടയർ ചെയ്തത്. മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കിൾ. ഇപ്പോൾ മദറിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. മൂത്ത സിസ്റ്റർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചത്, US ഡോക്ടറാണ്. ഹസ്ബൻഡ് ഒരു സയൻറ്റിസ്റ്റാണ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. അവരുടെ മകൾ ഒരു ഹോപ്കിൻസിൽ മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റർ ബാംഗ്ലൂർ, പുള്ളിക്കാരത്തി മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു MNCയിൽ വൈസ് പ്രസിഡന്റ് ആണ്. അവരുടെ മകൻ ഡൽഹി IIT പഠിക്കുന്നു. ഞങ്ങളുടെ ഫാമിലി വളരെ അക്കാഡമിക് ഓറിയന്റഡ് ഫാമിലിയാണ്. എൻ്റെ 2ാം സിസ്റ്റർ കഴിഞ്ഞ് 10 വയസ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഫാമിലി ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം എങ്ങനെ ഓർത്തെടുക്കുന്നത്? അന്നല്ല വളരെ നല്ല ബന്ധങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങളില്ല. ഇപ്പം എൻ്റെ അമ്മയും ഞാൻ മാത്രമാണ് നോക്കുന്നത്. ഈ വൈറലായതിനു ശേഷമാണോ ഈ ബന്ധങ്ങൾ? അതൊന്നുമില്ല, എൻ്റെ ഫാദറിൻ്റെ മരണശേഷം. ഫാദർ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ എന്താ സംഭവിച്ചത്? എന്താണ് പലരും തനി നിറം പിന്നെ മനസ്സിലായത്. ഈ ബന്ധങ്ങളിൽ വിള്ളൽ വരാനുള്ള കാരണം? അവർ ചെറുപ്പത്തിൽ എൻ്റെ എടുത്തുകൊണ്ട് നടന്ന ആൾക്കാരാണ് എൻ്റെ സിസ്റ്റേഴ്സ്. പക്ഷേ ഇപ്പോൾ അവർക്ക് വൺസ് സ്റ്റാർട്ട് ഏർണിങ് മണി, പണം ഉണ്ടാക്കാൻ തുടങ്ങിയോടെ അവർ മാറിപ്പോയി. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിനി വേണമെങ്കിൽ യൂറോപ്പിൽ പോയി ഫുൾ പ്ലേസ് സ്കോളർഷിപ്പ് ഇടാൻ പലതും ചെയ്യാം. എല്ലാം മാറ്റി വെച്ച അമ്മയ്ക്ക് വേണ്ടിയാണ്. എനിക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ അതുപോലെ മാറ്റി വെച്ചത് വീട്ടുകാർക്ക് വേണ്ടിയാണ്. ഇന്ന് എൻ്റെ അമ്മയെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ എൻ്റെ അമ്മയ്ക്ക് വളരെ വിഷമമുണ്ട്. റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ റിവ്യൂ എന്നെ കൊണ്ട് എനിക്ക് പറ്റുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ട്, അതിലൊരു സ്കില്ലുണ്ടെന്ന് എപ്പോഴാണ് തോന്നിയത്? അത് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വൈറലാവാൻ വിചാരിച്ചില്ല. അപ്പോൾ അറിയാതെ സംഭവിച്ചാണ്, പ്ലാൻ ചെയ്ത വൈറലല്ല, അറിയാതെ സംഭവിച്ചാണ്. ഞാൻ പണ്ട് പോലെ ഗീതാഞ്ജലി ഉള്ള റിവ്യൂ കൊടുക്കുകയായിരുന്നു.
പക്ഷെ ഇതിലാണ് ഒന്ന് ആറാട്ടൻ്റെ സ്ട്രൈക്ക് ആയത്, ആറാടിക്കാൻ. ഞാൻ ആ വേർഡ് ഉപയോഗിച്ചപ്പോൾ ആ മീഡിയക്കാരനെ പിന്നെ കണ്ടിട്ടില്ല. പുള്ളിയാണ് പൊക്കിയത്. അപ്പൊ പുള്ളി പൊക്കി തന്ന് ഞാൻ സ്മാഷ് ചെയ്തു, ലാലേട്ടനെ ആറാടിക്കാൻ. അത് ഭയങ്കര തരംഗമായി മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണാൻ പോകുന്നത്, സിനിമയുടെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളിലാണ്. അപ്പം അന്നത്തെ സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു പ്രായം വരെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. 98 വരെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. 99 വെച്ച് എനിക്കൊരു അബ്യൂസ് നടന്നു, സെക്ഷൽ അബ്യൂസ്. ഒരു പയ്യൻ എന്നെ അബ്യൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഉൾവലിയാൻ തുടങ്ങി. അതിനുശേഷമാണ് കുറച്ച് ഇൻട്രോവേർട്ടായി മാറിയത്. സോറി ടു ആസ്ക് അബൌട്ട് ദാറ്റ്. ആ പറയുന്ന ആളെ ഞാൻ പിന്നീട് കണ്ടു. അപ്പോൾ പുള്ളി എന്നോട് ക്ഷമ ചോദിച്ചു, ഞാൻ ക്ഷമിക്കുക ചെയ്ത. ഐ ഫോർഗീവ് ഹിം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഓക്കെ. നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകും. പോപ്കോൺ മേടിക്കുക, അല്ലെങ്കിൽ ഷെയർ ഇട്ട് ടിക്കറ്റ് മേടിക്കുക, അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ? അതുണ്ടായിട്ടുണ്ട്. ഞാൻ 12th കഴിഞ്ഞിട്ടാണ് സിനിമ ആക്റ്റീവായിട്ട് കാണാൻ തുടങ്ങിയത്. ഞാൻ യൂഷ്വലി തന്നെ പോയി കാണുക ചെയ്യുന്നു. പിന്നെ എൻ്റെ കാലഘട്ടത്തിൽ സത്യന്തിക്കാട്, സ്ലിബി മലയിൽ, ഫാസിൽ, പ്രിയദർശൻ, അവരുടെ സിനിമകൾ പറഞ്ഞാൽ ഒരു വൾഗാരിറ്റി ഇല്ല, നല്ല സിനിമകളായി. അതായത് ഞാൻ പ്രിയദർശൻ സാറിനെ വിളിക്കാറുണ്ട്, പ്രിയദർശൻ സാറിനെ വിളിക്കാറുണ്ട്, സ്ലിബി മലയിൽ സാർ, ഇവരെല്ലാം എനിക്കറിയാം. പ്രിയദർശൻ സാർ പറയും, നീ എന്തിനാ ആറാട്ടെന്ന് പറഞ്ഞു, എൻ്റെ പേര് സന്തോഷ് വർക്കിയില്ലെന്ന് പറയും. ഇവരെല്ലാം എനിക്ക് സിനിമ ഫീൽഡിൽ ഇപ്പോൾ ഒരുപാട് കോൺടാക്റ്റ് ഉണ്ട്. ഈ അഭിനയമോഹം ഉള്ളിലുണ്ടോ? ഞാൻ വളരെ മോശം അഭിനേതാവാണ് വിചാരിച്ചത്. കാരണം ഡ്രാമ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അഭിനയിച്ചപ്പോൾ പലരും പറയുന്നത് കുഴപ്പമില്ലാത്ത അഭിനയം ഉണ്ട് പറഞ്ഞു. പക്ഷെ അഭിനയം അങ്ങനെ അത്ര എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ പലരും പറയണ്ടായിരുന്നു കുഴപ്പമില്ലാതെ അഭിനയിക്കേണ്ടി പറയുന്നത്. എപ്പോഴെങ്കിലും സിനിമ അഭിനയിൽ പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ, മഞ്ജു വാര്യർ, അവരായിട്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു? ഒരു പടം ഡയറക്റ്റ് ഉണ്ട്, സോക്കറ്റ് ടെസ്റ്റിലേക്ക് ഒരു പടം എടുക്കണമുണ്ട്. ആ റോള് ലാലേട്ടൻ കൊടുക്കണമുണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല.